എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടും അബുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. ചേർന്ന് പാടുമ്പോ എന്നെ നടത്തും. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ ഹല്ലേ ഹല്ലേലൂയ പാടിടും അബുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടി ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേ അബുജബലത്താൽ ഹല്ലേ ഹല്ലേലൂയ പാടിടും. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താകം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താകം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും
പരിശുദ്ധ പിതാവേ, നമ്മുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവത്തെ കർത്താവ് തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങൾ വലിയത് പ്രതീക്ഷിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന്? നമ്മളൊരു ചോദ്യം, എവിടെ നിന്ന്? നമ്മുടെ എല്ലാവരും ഒരു ചോദ്യം, എവിടെ നിന്ന്? എങ്ങനെ വരും? എപ്പോൾ വരും? എങ്ങനെ വരും? ഇവിടെ ഒരു ചോദ്യചിഹ്നം കൂടെ ഉണ്ട് അല്ലേ? ഒരു കുത്ത്. എവിടെ നിന്ന് വരും? ചോദിച്ചവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ചോദിക്കുമല്ലേ? അല്ലേ? എപ്പോ? എവിടെ? എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉയർത്തി ചോദിക്കുക, എവിടെ നിന്ന് വരും? എപ്പോ വരും? ഇവിടെ നടക്കുമോ? ആ തുടക്കത്തിലെ ഒരു നെഗറ്റീവ് പോലെ എപ്പോ വരും? പക്ഷെ അടുത്ത വാക്കിനകത്തോടൊരു ഫെയ്ത്തിന്റെ വാക്കുണ്ട്. എന്റെ സഹായം. അത് ഭയങ്കര പവർഫുൾ. തുടക്കത്തിലൊക്കെ ഒരു പ്രയാസത്തോടെ തുടങ്ങിയിട്ട് അടുത്ത വാക്യത്തിൽ ഒരു ഫെയ്ത്ത്, എന്റെ സഹായം. നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഇങ്ങനെ ചിന്തിച്ചൊക്കെ ഇരുന്നിട്ടെ പെട്ടെന്നൊരു കർത്താവിന്റെ ഒരു തൊടൽ അതിനകത്ത് പറഞ്ഞു, എന്റെ സഹായം. എന്റെ സഹായം, എന്റെ സഹായം ആകാശത്തെ ഉണ്ടാക്കിയ സ്തോത്രം. എവിടെ നിന്നാ വരുന്നേ? അത് തുടങ്ങിയത് എവിടെ നിന്ന് വരും എന്നൊക്കെ ചോദിച്ച, പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് വിടുതലില്ലെന്നല്ല, എനിക്ക് വിടുതലില്ലെന്നല്ല, ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കുമെന്നല്ല. ഒരു പ്രഖ്യാപനം, എന്റെ സഹായം. ഇന്ന് പകലിൽ ഞാൻ ചിലരുടെ പ്രവചിക്കുകയാണ്. ഈ മണിക്കൂറിൽ കർത്താവ് ചില കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ അവന്റെ സഹായം നിന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ സൂമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ സഹായം ചോദിച്ചില്ല, എവിടെ നിന്ന് വരും? എന്റെ സഹായം വരത്തില്ലെന്നല്ല, ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. അതെന്താണ് ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയാൻ കാരണം? വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഉളവാകട്ടെ. വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഉളവാകട്ടെ. ഉളവാകട്ടെ എന്ന് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഉളവായത്. അന്നേ ആത്മാവ് സാന്നിധ്യം ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവം പറഞ്ഞപ്പോൾ തന്നെ ഉളവായെങ്കിൽ, ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നീ ചിലത് പറയാൻ തുടങ്ങിയ, ചിലത് ഉളവായി വരാൻ പോവുകയാണ്, ചിലത് സൃഷ്ടിച്ചു വരാൻ പോവുകയാണെന്ന്. ആകാശ
ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു ബ്രദർ. ഭയങ്കര പിടുത്തമായി. ഈ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയിട്ട് അടുത്ത വക എന്റെ സഹായം ആകാശത്തിന് ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഒറ്റ പിടുത്തം പിടിച്ചു. അതെന്താ പ്രത്യേകത? ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മ പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം പറഞ്ഞു ഉളവാകട്ടെ, ഉളവാകട്ടെ എന്ന് പറഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, ആ സെക്കൻഡിൽ. ഇന്ന് പകലിൽ ഇപ്പോൾ തന്നെ ചിലത് വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോ. നീ അതിനകത്ത് തകരത്തില്ല, നീ അതിനകത്ത് ദുഃഖിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, നീ അതിനകത്ത് മറയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് തന്നെ അതിന്റെ ഒരു പരിഹാരം നീ തിരിച്ചു ചെല്ലുമ്പോൾ അതിന്റെ ഒരു ഫോൺ കോൾ. എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? പിന്നെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷെ ഇതിനകത്തിരിക്കുമ്പോൾ ആശ്വാസമല്ല. നീ വന്നിരിക്കുമ്പോൾ തന്നെ നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത് കർത്താവ് തന്നെ ഇറങ്ങും. കർത്താവ് തന്റെ ദൂതനെ ഇറങ്ങും എന്ന് പകൽ വീണ്ടും ഞാൻ പറയുന്നു. നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്ത് കർത്താവ് തന്റെ ദൂതന്മാരെ ഇറക്കും. ഇതിനകത്ത് മറ്റു ഭാഷക്കാർ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ചിലരെ കണ്ടിട്ട് നമ്മൾ തോന്നുന്നുണ്ട്. എന്നെ നോക്കിയിരിക്കുമ്പോൾ എനിക്കിതിനൊരു പേടി തോന്നരുത്. ഞാൻ സംശയം തോന്നിയതുകൊണ്ട് പറയുന്നത് മനസ്സിലാകുന്നില്ലയോ? കർത്താവ് എല്ലാവർക്കും ഒരു വിടുതൽ കഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനം, അത് പെട്ടെന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇവിടെ വായിച്ച സങ്കീർത്തനമാണ്. എന്റെ കാൽ എഴുതുവാൻ അവൻ എന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. എന്റെ കാൽ എഴുതുവാൻ സമ്മതിക്കത്തില്ല. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആള് അഭിഷായി, ഇളയാളുടെ പേര് അമിലിയ. മൂത്താക്ക് ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു, ഇളയാൾക്ക് 8 വയസ്സ് കഴിഞ്ഞു. മൂത്ത ആളെ കണ്ട് ഇളയാൾ വളർന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ കുസൃതി ആർക്കാണ്? ഒന്നും പഠിപ്പിക്കണ്ടല്ലോ, അല്ല അങ്ങനല്ലേ? മൂത്താളെ കണ്ട് വളരുന്നുണ്ട്, ഇളയാള് ഭയങ്കര, മൂത്താള് ഞങ്ങളെ കണ്ട് വളർന്നുകൊണ്ട് അപ്പം കുസൃതി കൂടുതലാണ്, വാശി കൂടുതലാണ്, അവകാശം കൂടുതലാണ്. ആർക്ക്? ഇളയാൾ. അനുഭവിക്കുമല്ലേ? അല്ലേ? അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഏറ്റവും അധികം കുസൃതി കാണിക്കുന്ന ഇളയാളാണ്. മൂത്താക്ക് ഒന്നും എന്ത് ചെയ്യത്തില്ല. ഇപ്പൊ അതൊക്കെ മാറി. ചില പ്രായത്തിൽ, ചില കൊച്ചു പ്രായത്തിലെ കാര്യം. അടി കിട്ടുന്നത് മൊത്തം മൂത്താക്ക. ഇളയാടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നതും മൂത്താക്ക. അവൻ കൂടെ മിണ്ടാതിരിക്കും. ഈ അടിക്ക് നീ പപ്പ വന്ന് വഴക്കും. അപ്പൊ റൂമിൽ നിന്ന് മൂത്താളുടെ കരച്ചിലൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കുമ്പോഴേ എന്തോ അവിടെയെന്ന് ചോദിക്കുമ്പം അവനും ഒന്നും പറയത്തില്ല. 2 പേർക്കും ഒരുമിച്ച് അടി കിട്ടുന്നത് കൊണ്ടേ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇളയാള് പ്രശ്നക്കാരി. നമ്മൾ പറയാം, വലിയ നീ അടങ്ങിയിരിക്കണേ, അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും, അടി തരും. പിന്നെ കൂടുമ്പോഴാണ് നമ്മൾ കയറിച്ചെന്ന് പറയുന്നത്, വലിയ ഇനി നീ അവനെ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. ഇതുവരെ നീ അടിച്ചു, ഇനി നീ അവനെ അടിക്കാൻ ഞാൻ എന്ത് ചെയ്തില്ല. അപ്പൊ ഈ 2 പേരുടെ വിഷയത്തിനകത്ത് അപ്പൻ കയറി ഇടയ്ക്ക് അങ്ങ് നിന്നു. എന്തോ ഇന്ന് പകലിൽ ഞാനൊരു ദൂത് പറയാം. ചിലരുടെ വിഷയത്തിന്റെ ഇടയിലോട്ട് എന്റെ അപ്പൻ കയറി നിന്നിട്ട് ഇനി നിന്നെ തൊടാൻ, ഇനി നിന്നെ തകർക്കാൻ, ഇനി നിന്നെ
താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ ചേർന്ന് പാടാമോ? ഞാനും എന്റെ കൂടെ പോകും. ഞാനും എന്റെ കുടുംബം നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ തൻ ഭുജത്താൽ ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ല. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ, എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ചേർന്ന് പാടാമോ? അപ്പനമ്മ അറിയും മുമ്പേ. അപ്പനമ്മ അറിയും മുമ്പേ നിത്യതയിൽ കണ്ടു എന്നെ, എന്റെ ഭാവി, എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. അതില്ല വെല്ലുവിളിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. അതില്ല ആദിയില്ല വെല്ലും ആദ്യനുമേ യേശു. ഹല്ലേലൂയ. സ്തോത്രമല്ല ഓ ഹല്ലേലൂയ ഹോസന. ശരണ ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ. Hallelujah, hallelujah, thank you Jesus, hallelujah, hallelujah. കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നോളം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വഴുതി പോകാൻ ദൈവം സമ്മതിക്കുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക്
അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം എടുക്കാം. പത്ത് 11 12 13 14 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 10 11. യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന പേരുള്ള അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കും. അവൻ പ്രാർത്ഥിക്കും. മതി. നമുക്ക് എല്ലാവർക്കും ഏറെ പരിചയമുള്ള, നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. ശിഷ്യന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു എന്ത് ചെയ്യാണ്? തൊടുകയാണ്. അപ്പം തൊട്ടതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ അധികാരപത്രം വാങ്ങിച്ചോണ്ട് വന്നവനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, കാരണം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ശിഷ്യന്മാരെടുത്തോണ്ട് കയറുന്നതിന് മുമ്പേ കർത്താവ് തൊട്ടു. ആമേൻ. ചിലത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ കർത്താവ് തൊട്ടിരിക്കും. ആമേൻ പറഞ്ഞു. തൊട്ടു. സ്തോത്രം. പിന്നെ അവിടെ തൊട്ട് ഇദ്ദേഹത്തിന് കാഴ്ചയില്ല, അല്ലേ? കാഴ്ചയില്ല. എനിക്ക് ഇച്ചിരി അസ്വസ്ഥ ഉണ്ട്, അതിന് കുഴപ്പമില്ല. പാട്ടുകാരനായതുകൊണ്ടേ കേട്ടോ, സൗണ്ട് കുഴപ്പമില്ല. നിങ്ങൾ കുഴപ്പമില്ലല്ലോ, അതിങ്ങനെ സെറ്റായി. ഓക്കെ, സ്തോത്രം. അന്നേരം യേശു തൊട്ട് കഴിഞ്ഞ ഉടനെ ഒരു സംഭാഷണം നടത്തി. അപ്പം യേശുവിനോട് ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ആരാകുന്നു? എങ്ങനെയാ ചോദിച്ചാൽ, നീ ആരാകുന്നു? കർത്താവേ എന്നാണ്. ഈ ശൗലിന്റെ പൊസിഷൻ വെച്ച്, അവന്റെ പവർ വെച്ച് അവൻ ചോദിക്കേണ്ടത് നീ ആരാടാ എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ ഇദ്ദേഹം ചോദിച്ചത് നീ ആരാണ്? കർത്തൃത്വം നടത്തുന്ന ആള്. നീ ആരാണ്? നീ ആരാകുന്നു? കർത്താവേ എന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നശിപ്പിക്കാൻ ഓടുന്ന കൂട്ടത്തിലും ഇവന്റെ അകത്തളത്തിൽ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഞാൻ ഒതുക്കാൻ നോക്കിയിട്ടും, അപ്പോൾ അതിന്റെ മുമ്പത്തെ അധ്യായത്തിൽ സ്തെഫാനോസിനെ കൊന്നിട്ടും ഇത് തീർന്നില്ല. ചെതറിപ്പോയവർ പോയ ഇടത്തെല്ലാം സഭ സ്ഥാപിച്ചു, അല്ലേ? ഇത് തീർക്കാൻ നോക്കിയിട്ടും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിന്നെ തീർക്കാൻ ആർക്കും പറ്റത്തില്ല, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത് തീർക്കാൻ നോക്കിയിട്ടും തീരുന്നില്ല, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അകത്തളത്തിൽ ഒരു ആഗ്രഹം, എന്തോ ഇതിനകത്തൊരു പവർ ഉണ്ട്, എന്തോ ഇതിന്റെ അകത്തൊരു ശക്തി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെതിരെ നിൽക്കുന്ന ആൾക്ക് ആമേൻ സ്തോത്രം ഭയങ്കര പവറിലല്ല നിൽക്കുന്നത്, നിങ്ങളെ ഭയന്ന് തന്നെ നിൽക്കുന്നത്. എന്തോ നിങ്ങളിൽ ഉണ്ടെന്ന് നന്നിട്ട് ബോധ്യം ഉണ്ട്. ആമേൻ പറ, ആമേൻ പറ. അതുകൊണ്ടല്ലേ ഇസ്രായേലിനെ വർദ്ധിച്ച് പെരുകാതിരിക്കാൻ അവരുടെ ബുദ്ധിയായി പെരുമാറാൻ പറഞ്ഞത് പറവാൻ. അങ്ങനല്ലേ? ബുദ്ധി, ഈ ബുദ്ധിക്ക് നമ്മളെ വീഴ്ത്താൻ പറ്റും. പക്ഷെ അഭിഷേകമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ നമ്മളെ ഒരു ശക്തിക്ക് തകർക്കാൻ പറ്റും. സ്തോത്രം. ആമേൻ. അപ്പൊ നീ ആരാകുന്നു? കർത്താവേ. നീ നോക്കിക്കോണേ, അവിടുത്തെ സംഭാഷണത്തിനകത്ത് പിന്നെ കർത്താവ് പറയുന്നതെല്ലാം പിന്നെ ശൗല് കേൾക്കുക. നീ യൂദയുടെ വീട്ടിൽ പോയിരിക്കുക, നീ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. അങ്ങനൊക്കെയല്ലേ? എല്ലാം തീർത്താന്നോ പറഞ്ഞ് വിട്ടത്? അല്ല, കർത്താവ് അങ്ങനെ കേട്ടോ, എല്ലാം എന്ത് ചെയ്തില്ല പറ, എല്ലാം തീർത്ത് പറയത്തില്ല. ഇനി നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ ചെല്ലുമ്പം പറയാം. അബ്രഹാമിനോടും അങ്ങനല്ലേ പറഞ്ഞത്? എവിടെ നീ പോ, ഞാൻ എന്ത് ചെയ്യാം, ആരാധന സ്ഥലം എന്ത് ചെയ്യാം. പിന്നെ ഈ അങ്ങനെയുള്ള യാത്രയാ ഭയങ്കര യാത്ര കേട്ടോ, ഈ ഫെയിത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടുള്ള യാത്രയല്ല, അറിയാതെ ദൈവം വിളിച്ചിറങ്ങിയും നിന്റെ യാത്രയ്ക്കകത്ത് എല്ലാം മുടങ്ങാതെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ജീസസ്.
ഭയങ്കര യാത്ര, ഫെയ്ത്തിലുള്ള യാത്ര. ശൗലിനോട് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോഴേ ഞാൻ ബാക്കി കാര്യം പറയാം. ഇത് കണ്ണ് കാണാതെ എവിടെ പോയിരുന്നു? യൂദയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അവിടെ ഇരുന്നുകൊണ്ട് സഭയ്ക്കെതിരെ നിന്ന വ്യക്തി, ശിഷ്യന്മാർക്കെതിരെ വന്ന വ്യക്തി, അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന വ്യക്തി, സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്ന വ്യക്തി, സഭയിൽ പലരെയും പീഡിപ്പിച്ച വ്യക്തി ഇപ്പൊ ഇരുന്ന് എന്ത് ചെയ്യാണ്? അപ്പൊ നമ്മളതൊന്ന് കണ്ട് പഠിക്കണം. എതിരെ നിന്നവൻ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥന കണ്ടാൽ നമുക്കൂടെ എന്ത് കിട്ടും? ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കും. ഇനി അത് മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല, വെളിപ്പാടിലും കയറിയ ആള്. അങ്ങനെ എഴുതിയിട്ടില്ലേ? കാരണം അനന്യാസിനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ശൗൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ യൂദയുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, നീ ചെന്ന് കൈവെക്കുമ്പോ അവന് സൗഖ്യം കിട്ടും എന്ന് അവൻ കണ്ടിരിക്കുന്നു എന്ന്. അങ്ങനല്ലേ? അങ്ങനല്ലേ? ബാക്കി ഒന്നുകൂടെ വായിച്ചോ, ഒന്നുകൂടെ വായിച്ചേ, ശ്രദ്ധിച്ചു വായിച്ചേ. അവൻ കണ്ടു. ഞാൻ നോക്കിക്കേ, കുറച്ചു മുമ്പേ വരെ എതിരെ നിന്ന വ്യക്തി ഇപ്പൊ പ്രാർത്ഥിക്കുക മാത്രമല്ല, വെളിപ്പാടി കയറി. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആള് വെളിപ്പാടി കയറി. ആമേ പറ, ആമേ പറ. ഇത് മുമ്പന്മാരെ പിൻപന്മാരാക്കുകയും പിൻപന്മാരെ ഇത് മാറ്റി മറിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നോക്കല്ല, ആരാധിച്ചോളും. പ്രവചനത്തെക്കാൾ പവറാണ് വചനത്തിന്റെ വെളിപ്പാട്. നീ അതിനെ പിടിച്ചൊന്ന് ആരാധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മൈലുകൾക്കപ്പുറത്ത് വെളിപ്പാടിൽ കയറാൻ പോവാ. ഒരു ശക്തിക്ക് നിന്നെ അല്പനേരം അതിനെതിരെ നിന്ന അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന ആള്, സഭയ്ക്കെതിരെ നിന്ന ആള് പെട്ടെന്ന് പ്രാർത്ഥനയിൽ കയറി. യേശുവിന്റെ ഒറ്റ വാക്ക്, നീ ചെന്ന് അവിടെ ഇരിക്കുക, ഇനി നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയാം. എന്താ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ കയറി. കർത്താവ് ഒത്തിരി വാഗ്ദത്തം തന്നിട്ടുണ്ട്, കർത്താവ് തന്നിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കണ്ടുകൊണ്ട് ചില വെളിപ്പാട് നീ കാണാൻ പോവാ കേട്ടോ. ശക്തിയാനന്ദേ അരമുറുക്കിയും വഴികളിലല്ല കുറവു തീർത്തിടും എന്റെ കാൽകളെ മാൻവേടക്കാലിന് തുല്യമാക്കിയിടും. പിന്നെ ഗിരികളിൽ നിർത്തും നിൻ സൗമ്യത
വലിയവനാക്കിയിടും. നിൻ സൗമ്യത എന്നെ വലിയവനാക്കിയിടും. ആമേൻ. പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആളെന്ത് ചെയ്തു? വെളിപ്പാടും കയറി. ഭയങ്കര ഒരു വെളിപ്പാടം കണ്ടു. നീ എത്ര എതിരെ നിന്ന ആളാണെങ്കിലും നിന്റെ തീരുമാനത്തിനകത്ത് നീ പ്രാർത്ഥിക്കാൻ കയറിയാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പാടി കർത്താവ് തന്നെയാണ്. അത് മാത്രമല്ല, നീ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് വേണ്ടി സംസാരിക്കാൻ കർത്താവ് തന്നെ പറയാം. പിടിയിട്ടില്ല. നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ശൗര്യ, നീ അവിടെ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ കർത്താവ് തന്നെ ഇറങ്ങും. കർത്താവ് തന്നെ ഇറങ്ങും. ഇന്ന് പകലിൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ മൈലികൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു കർത്താവ്. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നവർ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരുന്നാ മതി. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ക്ഷീണമാണെങ്കിലും ഒന്ന് റൂമിനകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നു. നിന്റെ ക്ഷീണത്തെക്കാൾ നീ വില കൊടുത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ ചില പേപ്പറിന്റെ മേൽ കർത്താവിന്റെ കരം, നിന്റെ ചില വിസയുടെ മേൽ ദൈവത്തിന്റെ കരം, ചില പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം. കർത്താവ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കറിയാം എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്ന. നീ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. നിന്റെ അഡ്രസ്, ശൗരൻ, നിന്റെ അഡ്രസ് ആരെ വീട്ടിലിരിക്കുന്ന? ആരെ വീട്ടില? യൂദയുടെ വീട്ടിൽ. ആ പേര് സഹിതമില്ലേ കൊടുത്തേ? ആർക്ക് കൊടുത്തേ? അനനിയാസിന്. ശൗരൻ, നീ പോണോ? നീ ഒറ്റ കാര്യം മതി, നിന്റെ മുറിക്കകത്ത് എന്റെ കർത്താവ് തന്നെ അങ്ങ് ഇറങ്ങും. ചിലത് കാണാൻ പോവാ. ഇന്ന് പകലത് സംഭവിച്ചു തുടങ്ങിയിരിക്കുക. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നടക്കുന്നത്. ശതാധിപൻ എന്ന് പറഞ്ഞ പൊസിഷൻ ഉള്ളൊരു മനുഷ്യൻ, അവന്റെ പൊസിഷൻ കൂടിയിട്ടും പ്രാർത്ഥന കളഞ്ഞില്ല. സാധാരണ പൊസിഷൻ കൂടുമ്പോ എന്ത് പോകാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവന് പ്രാർത്ഥനാ സമയം എന്ന് പറഞ്ഞാൽ അവൻ അസ്വസ്ഥതയാണ്.
നീ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരിക്കും. അവന്റെ പൊസിഷൻ അവന്റെ അഭിഷേകത്തെ കളഞ്ഞില്ല. അവന്റെ പൊസിഷൻ അവന്റെ അഭിഷേകത്തെ കളഞ്ഞില്ല. അവന്റെ പദവി പ്രാർത്ഥനയെ കളഞ്ഞില്ല. അതുകൊണ്ട് അവന്റെ അടുത്ത് ദൂതൻ ഇറങ്ങിയേ. എന്നിട്ട് ഒരാളുടെ അഡ്രസ് കൊടുത്തു. ആരുടെ അഡ്രസ്സാ കൊടുത്തേ? പത്രോസിന്റെ അഡ്രസ്. ആരുടെ അഡ്രസ് കൊടുത്തു? പത്രോസിന്റെ അഡ്രസ് കൊടുത്തു. ആമേൻ പറ. കൊടുക്കോ? ആരാ കൊടുക്കുവോ? ഈ പേരും അഡ്രസ്സൊക്കെ ആരാ കൊടുക്കുന്നേ? പറ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം. ഇന്ന് പകൽ ഈ ഡെലിവറൻസ് ഓരോ കുടുംബങ്ങൾ കാണാൻ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 6-7 ഒന്ന് വായിച്ച്. 6-7 കണ്ടോ? അപ്പൊ പാർക്കുന്ന സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? കർത്താവ് സംസാരിക്കുക. ദൂതനെ വിട്ട് അല്ലേ? അവൻ എവിടാ താമസിക്കുന്ന എല്ലാം കൊടുക്കുക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഈ പൊസിഷനുള്ള ഈ ശതാധിപൻ ദൂതൻ സംസാരിച്ചു കഴിഞ്ഞ് പോയ ഉടനെ ആ ശബ്ദത്തിന് സ്റ്റെപ്പ് വെക്കുകയാണ്. എപ്പോഴും ഓർത്തോണം, ദൈവം പറഞ്ഞ ശബ്ദത്തിന് സ്റ്റെപ്പ് വെച്ചു. അവനെന്ത് ചെയ്തു? 2 പേരെ വിളിച്ചു. പറ, വായിച്ചു. 2 നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു വായിക്കണം. 2 പേരെ വിളിച്ചു. പക്ഷെ അടുത്ത വാക്യത്തിൽ ശ്രദ്ധിച്ചു വായിച്ചേ. അപ്പൊ ആദ്യം വിളിച്ച 2 പേര് ദൈവഭക്തന്മാരല്ലായിരുന്നോ? എനിക്കറിയത്തില്ല. പക്ഷെ അടുത്ത ആളിനെ വിളിച്ചത്. അപ്പം 2 പേര് ആത്മീയരല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ വിടുതലിനെക്കാട്ടി ഉപരി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അഡ്രസ് ആരാ കൊടുത്തേക്കുന്നത്? ദൂതനാ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ ദൂതൻ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസിന്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ടു. ഫുഡ് കഴിക്കണമെന്നുണ്ട്, ഉറങ്ങണമെന്നുണ്ട്, കൂട്ടുകാരുടെ കൂടെ സഹായിച്ചു കൊടുക്കണമെന്നുണ്ട്, ഇതുവരെ കാണാത്ത വിവശത, പിന്നെ ദർശനം, ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം ചിലർക്ക് സ്വസ്ഥത കൊടുക്കാതെ എഴുന്നേൽപ്പിക്കും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ചിലർക്ക് എന്ത് കിട്ടത്തില്ല? അവന്റെ കാരണം നീയാണ്ട് കണക്ട് ആകുന്നത് വരെ, നീയാണ്ട് കാണുന്നത് വരെ അതാ പ്രാർത്ഥനയുടെ പവർ. ഇവിടുന്ന് ഇവര് യാത്രയായി, 3 പേര് യാത്രയായി. കൂടെ ഒരു ദൈവഭക്തനോടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വഴി തെറ്റിയില്ല. പറ, എന്നോ ദൈവം 6 കൂടെയൊക്കെയോ നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. ആ വിട്ടവർക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തി അല്ലേ? അങ്ങനെ ആരോ കണ്ടതുകൊണ്ട് അല്ലേ സിസ്റ്റർ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആരോ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ദൈവം അങ്ങനെ ആക്കി വെച്ചു ചിലരെ കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അപ്പന്റെ കഴുതയെ കാണാതെ പോയപ്പോഴത്തേന് അപ്പൻ മോനോട് പറഞ്ഞു, എടാ കഴുതയെ കാണാതെ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. മോൻ അങ്ങോട്ട് ഇറങ്ങുന്ന നേരത്ത് അപ്പൻ പറഞ്ഞു, ഇതാണ്ട് ഇവനോട് കൂടെ വരും എന്ന് പറഞ്ഞു. കൂടെ ഒരാളൂടെ അല്ലേ? ഇങ്ങനെ യാത്ര ചെയ്ത് കുറെ യാത്ര ചെയ്ത് സ്ഥലത്ത് നിന്നിട്ട് കഴുതയെ കണ്ടില്ല. തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേന് കൂടെ വന്നവൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അന്നേരം ശൗൽ ഉടനെ പറഞ്ഞു, നമ്മുടെ കൈ കൊടുക്കാനൊന്നുമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടുണ്ട്.
ദൈവം എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചിലരെ നിർത്തി നമുക്ക് വേണ്ടി കേട്ടോ. അങ്ങനെ സ്തോത്രം പറഞ്ഞോണം. അതുകൊണ്ട് ഇനി അഭിഷേകത്തിനകത്തും ദൈവ സാന്നിധ്യത്തിനകത്തും ആയത് നന്ദി പറഞ്ഞോണം. ദൈവം ചിലരെ നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ശൗല് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ അപ്പൻ കഴുതയെ പറ്റിയുള്ള ചിന്ത മാറിയിട്ട് എന്നെ പറ്റി ചിന്തിക്കുമായിരിക്കും. അതങ്ങനെ ഈ വാഗ്ദത്തമുള്ളവർക്ക് അങ്ങനെ തോന്നും. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാതെ തോന്നും. നമ്മുടെ വാഗ്ദത്തം വെളിപ്പെട്ട് വരാൻ സമയമാകുമ്പോഴേ നമുക്ക് ചില തോന്നലുകളുണ്ടാകും. ചുമ്മാതെ അപ്പന് കഴുതയെ പറ്റിയുള്ള ചിന്ത എന്ന് പോയിട്ട് നിന്നെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുമെന്നല്ല. കഴുത വീട്ടിൽ ചെന്നു. അപ്പൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുത അല്പനേരം മാറ്റി നിർത്തിയിട്ട് നീയാണ് വിഷയം. കഴുത വീട്ടിൽ ചെന്നു അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, പത്രോസ് വീശി കടലിനകത്ത് മീനില്ലാഞ്ഞിട്ടാണോ? പിന്നെ കർത്താവ് പറഞ്ഞ് വീശി കഴിഞ്ഞപ്പോഴത്തേന് പൊട്ടുന്ന രീതി കൊടുത്തില്ലേ? അതിനകത്തല്ലേ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നത്? അവൻ പറ. അപ്പൊ കർത്താവ് ചെറുത് മാറ്റി വെച്ചിട്ട് നീയാണ് വിഷയം കർത്താവൻ. ഓ താങ്ക് യു ജീസസ്. നിന്നെ നിറച്ച് ജീസസ്. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവരിവിടെ 3 പേര് യാത്രയായി. 3 പേര് യാത്രയായപ്പോ തൊട്ട് പത്രോസിന് എന്താ ഭയങ്കര അസ്വസ്ഥത അല്ലേ? 13, 14, 15 വായിക്കാമോ? എങ്ങനെ ഉണ്ടായി? ഈ പത്രോസ് 3 വട്ടം എന്തോ ഒരു ഭയങ്കര പുഴുക്കുണ്ട്. എത്ര വട്ടം തള്ളി പറഞ്ഞു? ഇതിപ്പോ എത്ര വട്ടം? അടുത്തത് ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. കണ്ട ദർശനം എന്താ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ മറ്റൊരു രീതിയിലേക്ക്, ജാതിയിലേക്ക് തിരിച്ചുവിടാൻ പോവാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളാണോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ജാതികളാണോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? നമ്മളാണോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ജാതികളാണോ? നമ്മളാണോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ജാതികളാണോ? ആരുമില്ല ഇവിടെ. കൊർന്നല്യോസ് ആരാണ്? ജാതിയനല്ലേ? അപ്പൊ അവന്റെ പ്രാർത്ഥനയ്ക്കല്ലേ ദൈവം ദൂതനെ ഇറക്കിയേ. ഇനി ജാതിന് വേണ്ടി കർത്താവ് ദൂതനെ ഇറക്കിയെങ്കിൽ നമുക്ക് വേണ്ടി എത്രമാത്രം ദൂതനെ കണ്ടിട്ടുണ്ടോ? നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നവർ പുറത്തുണ്ട് കേട്ടോ. ഉണ്ട്. നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നൈൻ എന്ന പട്ടണത്തില് ആ വിധവയുടെ ആ മകൻ ആ മഞ്ചത്ത് കൊണ്ടുപോകുമ്പോഴേ കർത്താവ് ഒന്ന് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടർ പ്രാർത്ഥിച്ചു, നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റിരിക്കും, നമ്മുടെ ജനത്തെ ദൈവം സന്ദർശിച്ചിരിക്കും. അപ്പം ഒരു സന്ദർശനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കൂട്ടർ അവിടെ ഉണ്ട്. അവൻ പറ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേര് പുറത്തുണ്ട്? നമ്മളിങ്ങനെ വരുന്നോന്നോടെ ഉള്ളൂ. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ.
പുറത്തു വരാൻ കഴിയാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ പ്രാർത്ഥന നമ്മുടെ കൂട്ടുള്ള വിടുതലല്ല. അവരുടെ പ്രാർത്ഥന പട്ടണത്തിന്റെ വിടുതലുകളാണ്. അവരുടെ പ്രാർത്ഥന പട്ടണത്തിന്റെ വിടുതലുകളാണ്. ഈ മനുഷ്യന്റെ ഒറ്റ പ്രാർത്ഥന ജാതികളിലേക്കുള്ള എൻകൗണ്ടറാണ്, അല്ലേ? ഈ കൊർന്നല്യോസിന്റെ പ്രാർത്ഥന ജാതികളിലേക്കുള്ള ഒരു എൻകൗണ്ടർ. നോക്കിയോണേ, കൊർന്നല്യോസ്, നിന്റെ പ്രാർത്ഥനയാണ് പത്രോസിന്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ. അങ്ങനല്ലേ? അപ്പൊ ചിലരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ, അല്ലേ? അപ്പൊ ഈ 3 പേർ ഇങ്ങനെ യാത്ര ചെയ്ത് നേരെ പത്രോസ് ഇരുന്ന വീടിന്റെ മുമ്പിൽ ചെന്നു. അഡ്രസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആരാ കൊടുത്തേക്കുന്നേ? അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര സന്തോഷമില്ല. ദൈവം അഡ്രസ് തന്നിട്ട് പോകുന്നത്. എന്റെ ചേട്ടൻ അങ്ങനെയൊക്കെ പോകാറുണ്ട്, ഇല്ലേ ആശയം? എന്റെ ചേട്ടൻ ഷാജി രാത്രി ദൈവം സംസാരിക്കും, ഇന്നടുത്ത് പോകണം, ഇന്ന വീട്, അഡ്രസ് കൊടുക്കും. കറക്റ്റ് അവിടെ തന്നെ ചെന്നിട്ട് അവിടെ ദൂത് പറയും. എന്നിട്ട് 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനാണ് അവർ വീട്ടിൽ വരുന്നതാണ്. അവരെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന വ്യക്തിക്ക് കർത്താവ് അത്ഭുതം ചെയ്ത് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ട് പിന്നെ അവര് സംഭാവന കൊണ്ട് വരും 5 വർഷം കഴിഞ്ഞു, ഇല്ലേ? കണ്ടിട്ടില്ലേ? കർത്താവ് അങ്ങനെ അഡ്രസ് കൊടുക്കും. ചിലർ അഡ്രസ് ഒക്കെ കൊടുക്കും കേട്ടോ. ആമേൻ പറ. വായിക്കാം. സഞ്ചരിച്ചുകൊണ്ടിരിക്കും 17. അപ്പൊ ഈ വന്ന 3 പേര് ചോദിച്ചു, ഇവിടെ തന്നെയാണ് പത്രോസ് താമസിക്കുന്നത്, വഴി തെറ്റിയോ? ഈ വഴി തെറ്റിയോ? പറ, വഴി തെറ്റിയോ? നീ കൊർന്നല്യോസിനോട് ഇല്ലേ ദൂതൻ സംസാരിച്ചത്? ഈ 3 പേരോട് വല്ലതും സംസാരിച്ചോ ദൂതൻ? ഇല്ല. ഇവരെ വിട്ടേക്കുന്ന ആരാണ്? കൊർന്നല്യോസാ വിട്ടേക്കുന്നത്. പക്ഷെ വഴി തെറ്റിയോ? വഴി തെറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞ 2 ആത്മീയരല്ലാത്ത ഒരുത്തിന്റെ കൂടെ ഒരു ദൈവത്തിനെ വിട്ടിട്ടുണ്ട് കൂടെ. പ്രാർത്ഥിക്കുന്ന ഒരാൾ വീട്ടിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂട്ടത്തിനകത്തുണ്ടെങ്കിൽ ചില അനർത്ഥങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വഴി തെറ്റത്തില്ല, റൂട്ട് തെറ്റത്തില്ല. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു. വിളിച്ചു ചോദിച്ചു, പത്രോസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പത്രോസിന്റെ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്തു? ഈ ദർശനം കണ്ട് എന്ത് പോയിരിക്കുവാ? നമ്മുടെ സാധാരണ നാട്ടിൽ പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുക. ഇതെന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഇരിക്കും. അന്നിട്ടാണ് 3 പേര് ഇവിടെ വന്നിരിക്കുന്നത്, വാതൊക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ച് വായിക്കണം. ആത്മാവ് അവനോട് നിക്ക്. ഈ 3 പേരെ ആരാ അയച്ചത്? കർത്താവാണ് അയച്ചേ. ആരാ? കൊർന്നല്യോസ്. ആത്മാവ് കൊർന്നല്യോസിനോടാ സംസാരിച്ചത്, ദൂതൻ കൊർന്നല്യോസിനോടാ സംസാരിച്ചത്. ഈ 3 പേരെ കൊർന്നല്യോസാ വിട്ടത്. പക്ഷെ വഴി തെറ്റാതെ വിട്ടു നിൽക്കുമ്പോഴത്തേന് പത്രോസിനോട് ആത്മാവ് പറയുകയാണ്, ഞാൻ അയച്ചിട്ട് 3 പേര് വന്നിരിക്കുന്നു. ഞാൻ അയച്ചിട്ട് 3 പേര് നിന്റെ വീടിന്റെ മുറ്റത്ത്. ദൈവം നിന്റെ അഡ്രസ് കൊടുത്ത് ചിലരെ നിന്റെ വീടിനകത്ത് വിട്ട് ദൈവാത്മാവ് ചിലതിനകത്ത് ചില മുഴുവൻ നിയന്ത്രണം ചിലർ കേട്ടെടുക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് മുഴുവൻ നിയന്ത്രണം ചില കുടുംബത്തിനകത്ത് വിശ്വസിക്കുന്നവർ അത് പിടിച്ചോ. ഞാൻ അയച്ചിട്ട് 3 പേര്. ഞാൻ അയച്ചിട്ട് ആരാ പറയുന്നത്? പരിശുദ്ധാത്മാവ്. ഞാൻ അയച്ചിട്ട് 3 പേര് വന്നിരിക്കുന്നു. അതിന്റെ അടുത്തൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒട്ടും നീ വായിച്ചു. ഒട്ടും ഒന്നും നീ എന്ത് ചെയ്യരുത്, സംശയിക്കാതെ അവരോട് പൊക്കോളാൻ. ഈ മാനസികമായിട്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി ഭയങ്കര പവർഫുൾ ആണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പിന്നെ ഒരു സംശയം ഉണ്ടാകത്തില്ല. ഒട്ടും സംശയിക്കാതെ നീ പൊക്കോളാൻ. എത്ര കർത്താവ് അങ്ങനെ ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി ചിലർക്ക് സ്വസ്ഥത കൊടുക്കാതെ അവന് സംശയം വരാത്ത രീതിയിൽ കർത്താവ് നിന്റെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ ചിലർ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം, പിടിക്കാൻ പറ്റുന്നവർ മാത്രം പിടിച്ചോ. എന്റെ ജീവിതം മാറും,
ഒരു വാക്കു നീ പറഞ്ഞാൽ എന്റെ ദിനമുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞ ദിനം മാറും, നീ പറഞ്ഞ മരണം മാറും, നീ പറഞ്ഞ ദിനം മാറും, നീ പറഞ്ഞ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. ഇന്ന് പകൽ എത്ര വിശ്വസിക്കുന്നത് വേറൊന്നും വേണ്ട, ഒരു വാക്ക് മാത്രം. അവൻ എത്ര നേരം ഇരിക്കുമല്ല, നമുക്ക് എഴുതിട്ട് പാടി പാടാം. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ, അസാധ്യമൊന്നും നിന്നെ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും, എന്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനമുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞ ദിനം മാറും, നീ പറഞ്ഞ ഓ യേശുവേ നീ പറഞ്ഞ ആരാധനയുള്ളൂ, യേശുവേ നീ പറഞ്ഞ ആരാധനയുള്ളൂ. ഒരു വാക്കു മതി ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോലെ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോലെ വേറാരുമില്ലേ. എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനങ്ങളും മാറും ഒരു വാചകം, എന്റെ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്റെ ദിനങ്ങളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി
ജീവിതം മാറും, എന്റെ പിഴവുകൾ മാറും. ഒൻപതിന്റെ 13. ഈ അനനിയാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണെന്നറിയോ? അതിന്റെ 10ാമത്തെ വാക്യം. ശിഷ്യനാണ്. അവൻ ഇരുന്നിടത്തേക്ക് ആര് ചെയ്യുന്നു? കർത്താവ് ദർശനത്തിൽ, അല്ലേ? ഇതൊക്കെ ആരാണ്? അനനിയാസ് ആരാണ്? ഈ ശൗല് പ്രാർത്ഥിച്ചപ്പോൾ അനനിയാസിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ശുശ്രൂഷ വെളിപ്പെട്ടു. ആമേൻ. ഒരു നെക്സ്റ്റ് ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാല് അതിന് അനനിയാസ് കർത്താവിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. 13-ാമത്തെ. നോക്കിക്കോണേ, ഈ കർത്താവ് ഒന്ന് അനന്യാസിനോട് പറയാം, അനന്യാസെ നീ ചെന്ന് കൈവെക്കുമ്പോ അവന് സൗഖ്യം കിട്ടുമെന്ന് അവൻ കണ്ടു. അപ്പൊ ഈ ശിഷ്യനായ മനുഷ്യൻ കർത്താവിനോട് പറയാണ്, കർത്താവെ അവൻ പലർക്കും പല ദോഷങ്ങൾ ചെയ്ത ആളാണ്. ഇവൻ ആരെയാ പഠിപ്പിക്കുന്നേ? അനന്യാസ് ആരെയാ പഠിപ്പിക്കുന്നേ? ആരെയാ? ശിഷ്യത്വം കൂടിയാലും പ്രശ്നമാണ്. നമ്മൾ ആരെ പഠിപ്പിക്കും? ആരെ പഠിപ്പിക്കും? കർത്താവിനെ പഠിപ്പിക്കും. ആരെ പഠിപ്പിക്കും? നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവേ നീ എന്നെ അറിയുന്നുണ്ടല്ലോ, എനിക്ക് 3 മക്കളാണ്, പെൺമക്കളാണെന്ന് എനിക്ക് അറിയാലോ. അല്ലേ? 3 ആമക്കളാണെന്ന് നിനക്ക് അറിയാലോ. ആരോടാ? നിനക്ക് അറിയാലോ. അവരുടെ പഠിത്തം എങ്ങനെ പോകുന്നെന്ന് കർത്താവേ എനിക്ക് അറിയാലോ. ആരെ പഠിപ്പിക്കാറുണ്ട്? അതുകൊണ്ടാന്ന് തോന്നുന്നു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ പോർക്കും? സത്യം, കർത്താവ് നമ്മളെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സഹിച്ചു. പറ, സൗണ്ട് ഒരു ശബ്ദത്തിൽ പറ. കർത്താവ് കൂടെ നിന്ന് ശിഷ്യന്മാരെ സഹിച്ചു, നിങ്ങളെ എങ്ങനെ സഹിക്കും, എങ്ങനെ പോർക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് മാത്രം ചോദിക്കുകയായിരുന്നു. അനനിയാസ് ആരെ പഠിപ്പിക്കുക? കർത്താവിനെ പഠിപ്പിക്കുക, അങ്ങോട്ട് പഠിപ്പിക്കുക. ഈ കർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടില്ലേ ശൗലിനെ തൊട്ടത്? പിന്നെ എന്തിനാ അനന്യാസ് നീ പിന്നെ അങ്ങോട്ട് ചില കൂടെ ഇരുന്ന് എന്ത് ചെയ്യുന്നേ? കർത്താവിനെ പഠിപ്പിക്കുന്നേ. ഇവിടെ പഠിപ്പീരാണ്. പക്ഷെ എനിക്ക് ചിലയിടത്ത് ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചിലർ പിടിക്കുന്ന പിടുത്തങ്ങളുണ്ട്. ഇവിടെ അനന്യാസ് പഠിപ്പിക്കുന്നു, പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചിലർ പിടിക്കുന്ന പിടുത്തങ്ങളുണ്ട്. ആമേൻ. അതുകൊണ്ടാ മോശ പറഞ്ഞത്, നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ ജനത്തെ എങ്ങനെ നയിക്കും? നീ എന്നെ അടുത്തെറിഞ്ഞിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും അങ്ങോട്ട് ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം മോശയോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്റെ മുമ്പേ പോകും. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. അപ്പൊ ചില സാഹചര്യത്തിൽ ദൈവം നിന്നോട് മുമ്പ് പറഞ്ഞത് നിനക്ക് തിരിച്ചു ചോദിച്ച് ചിലത് പിടിക്കാം. ആമേൻ. അല്ലേ? എന്നെ ദൈവം ഈ പട്ടണത്തിൽ ദൈവം നീയാ കൊണ്ടുവന്നത്. ഞാൻ പോരുന്നതിന് മുമ്പേ ചില ശബ്ദം നീ എന്നോട് അറിയിച്ചിരുന്നു.
എന്താ കർത്താവേ ഇങ്ങനെ സംഭവിക്കുന്നേ എന്ന് അവൻ നിനക്ക് ചോദിക്കും. അങ്ങനൊരു ബന്ധമുള്ളവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ എന്റെ കർത്താവ് മാറ്റാൻ എന്റെ ജീവിതം മാറും അല്ലേ? അതുകൊണ്ട് യാക്കോബ് കുടുംബത്തെ എല്ലാം അക്കരെ കയറ്റിട്ട് രാത്രി ഒറ്റയ്ക്കരുത്, ഒറ്റയ്ക്ക് ഒരു ഇരിപ്പരുത്. കർത്താവിന് ഇങ്ങനെയുള്ള സന്ദർഭമാണ് വേണ്ടത്. നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. അവിടെയാണ് ഒരു മൽപ്പിടുത്തം നടന്നത്, ഇല്ലേ? നീ എന്നെ വീട്, നേരം വെളുക്കാറായി. ഒറ്റ പറച്ചില്ല, നീ എന്നെ അനുഗ്രഹിച്ച് അല്ലാതെ ഞാനത് ചെയ്തില്ല. തൊട ഉളുക്കി ഞാൻ മുടന്തി നടന്നാലും കുഴപ്പമില്ല. പക്ഷെ അവൻ പിടിച്ചെടുത്തതൊരു വലിയ അനുഗ്രഹം കേട്ടോ. അവൻ പിടിച്ചെടുത്തതൊരു വലിയ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. അപ്പൊ അങ്ങനെ പിടിക്കുന്നവരുണ്ട്. ഇവിടെ ചോദ്യമാണ്, ദൈവമേ നിനക്ക് അറിയത്തില്ല അവനിൽ എന്തുകൊണ്ട് പറയാം, എന്തുകൊണ്ട് ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു വായിച്ചു. ഒത്തിരി കാര്യം നടന്ന് പറയാനുണ്ട്. വായിച്ചോ, ശബ്ദം ഉയർത്തി വായിച്ചോ. ഇത് കർത്താവിന് അറിയത്തില്ലയോ? അറിയാം എത്ര ദോഷം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, കേട്ടിരിക്കുന്നു. നിനക്ക് സ്വന്തമായിട്ട് വല്ല അടി വല്ലതും കിട്ടിയോ? നേരിട്ട് അടി വല്ലതും കിട്ടിയോ? ഇല്ല, കേട്ടതേ ഉള്ളൂ അല്ലേ? കേട്ടപ്പോഴേ ആള് ഡൗണായി. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ അനന്യാസ് എന്നൊരു ശിഷ്യനെ ദമസ്കസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് എന്ത് ചെയ്തേ? വിളിച്ചെഴുന്നേപ്പിക്കേണ്ട വന്നേ. കർത്താവ് എഴുന്നേപ്പിക്കേണ്ട വന്നേ. ഇനി കേട്ടിരിക്കുന്നു അടുത്ത വാക്ക്. അപ്പൊ അവൻ ഈ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെക്കാൾ ഉപരി അവൻ അധികാരപത്രത്തെ അങ്ങ് വിശ്വസിച്ചു. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കാൾ ഉപരി ചില അനർത്ഥത്തെ ഇവൻ എന്ത് ചെയ്തു? അങ്ങ് വിശ്വസിച്ചു. തീരാൻ പോവാ. കാരണം അതിന് മുമ്പത്തെ അധ്യായത്തിൽ ആ സ്തേഫാനോസിനെ എന്ത് ചെയ്തേ? കല്ലെറിഞ്ഞു. ഭയങ്കര പീഡനം. സകലരും ചെതറി ഓടി. ഈ കർത്താവിന് ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യത്തില്ല. ആമേൻ പറ. ഈ അഭിഷേകം കിട്ടി എല്ലാം കൂടെ ഒത്തൊരുമിച്ച് കൂടി അവിടെ ഇരുന്നപ്പോഴാണ് കർത്താവ് ഇതെല്ലാം ചെയ്തേ. അതുകൊണ്ട് അവിടുന്ന് ചിതറി ഓടിയ ഫിലിപ്പോസൊക്കെ എവിടെ ചെന്ന് കയറിയേ? ശമരിയ ചെന്ന് കയറിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എവിടൊക്കെയാ? അപ്പൊ യെരുശലേമിൽ ഇവരിലാണോ ഒതുങ്ങി. അന്നേരം ദൈവം ചെറുതിനെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുത്തപ്പോഴത്തേന് അവിടെ നിന്ന് എല്ലാം ചെതറി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി ചെരുപ്പെടുക്കാതെ വരെ ഓടിയ ഫിലിപ്പോസ് എന്ന് കയറിയ ആ സ്ഥലത്ത് വരെ സമാധാനം ഉണ്ടായെന്ന. ആമേൻ പറ. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ നീ ഒതുങ്ങാൻ എന്റെ ദൈവം സമ്മതിക്കുന്നില്ല. നിന്റെ മേൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ നീ ഒതുങ്ങിയിരിക്കാൻ എന്റെ ദൈവം സമ്മതിക്കുന്നില്ല. ദൈവം എഴുന്നേൽപ്പിക്കും, നിന്നെ ഓടിക്കും. നീ ചെല്ലുന്ന ഇടത്ത് പേടിച്ചാ കയറിയെങ്കിലും നീ ചെല്ലുമ്പോ ഭൂതം മാറും, വിടുതലുകൾ ഉണ്ടാകും, സമാധാനം ഉണ്ടാകുന്ന. അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഈ അനന്യാസ് ഇത് കേട്ട് ആളങ്ങ് ഡൗണായി കേട്ടോ. 22-ാം അധ്യായം എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 22-12 എടുത്തേ. നിക്ക് അതിനകത്ത് 11 തൊട്ട് വായിച്ചോ. അപ്പൊ ഈ പൗലോസ് ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഉണ്ടായ അനുഭവത്തെ ഈ ദമസ്കോസിൽ വെച്ച് ഉണ്ടായ അനുഭവത്തെ വിവരിക്കുമ്പോൾ ഈ അനന്യാസിനെ പറ്റി ശൗല് പറയുന്നുണ്ട്. പൗലോസ് പറയുക, അതൊന്ന് വായിക്കാം. അപ്പൊ നോക്കണം, അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാൽ
നോക്കണേ, ആളാരാണ്? ഒന്ന്, ഭക്തിയുള്ള പുരുഷനാണ്. ആദ്യത്തെ വാക്യം, സകലരാലും ഈ മനുഷ്യന് നല്ല സാക്ഷിയുള്ള മനുഷ്യനാണ്. സാക്ഷിയുള്ള മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട ഭക്തനാണ്. ഈ ഭക്തരാണ് ഇപ്പൊ എന്ത് ചെയ്ത് അധികാരപത്രമൊക്കെ പേടിച്ച് ഈ മനുഷ്യനെ നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ പറ. അവൻ ശൗല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചെന്ന് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക. നീ ചിലത് കേട്ട് ഡൗൺ ആകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ആമേൻ പറ. ഇനി അടുത്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 9-ാം അധ്യായത്തിലേക്ക് വരാം. 9-ാം അധ്യായത്തിലേക്ക് വരാം. വായിച്ചു. അനന്യാസിനെ പറ്റി തന്നെ വായിച്ചു. പതിമൂന്ന് വായിച്ചു. അതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. പലരും പറഞ്ഞ് കേട്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ട്? പലരും പറഞ്ഞു. പലരും പറഞ്ഞ്. നിനക്ക് വ്യക്തമായിട്ട് ആ ആളിനെ നേരിട്ട് കണ്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പലരും പറഞ്ഞ് കേട്ടാണ് ആൾ ഡൗൺ ആയത്. ഭയന്നേ, പേടിച്ചിരുന്നേ. അപ്പൊ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറയാം, പലരും പറയുന്നത് കേൾക്കാന് പോകരുത് എന്ന് പറയാം. പലരും അയച്ചു തരുന്നതും കാണാനും ഇങ്ങോട്ട് നോക്കി പറയാം, എന്നെ നോക്കി പറയാം. പലരും പറയുന്നത് കേട്ട് ഇരിക്കരുത്. പലരും അയച്ചു തരുന്നതും. ഇത് കാണുമ്പോഴത്തേന് അനന്യാസിനെ പോലാവും ഡൗൺ ആയി പോകും. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം അനന്യാസൻ നിന്നെ കൊണ്ട് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അമ്മേ പറ. ഇന്ന് ക്ഷമ പറഞ്ഞ് അനുദപിച്ച് അതിന് ഇടയാകാതെ അങ്ങ് നേരെ പോകുന്ന ഏറ്റവും നല്ലത് അല്ലേ? ഈ സ്പീഡ് കുറഞ്ഞു പോകും കേട്ടോ. സ്പീഡ്, വാഗ്ദത്തങ്ങളുടെ സ്പീഡൊക്കെ നമ്മളായിട്ട് കുറയ്ക്കരുത്. പിശാചിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ. പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ പലരും അയച്ചു തരുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത്. ഇത് അയച്ചു തരുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്നത് 10 പേർ കൂടെ ഒന്ന് അയച്ചു കൊടുത്ത ഇവിടെ പിന്നെ നമുക്കൊരു വേണ്ടായിരുന്നു തോന്നുന്നു. അത് അതിനെ പോയി. പിന്നെ അവൻ 100 ആരാ? നമ്മൾ കൊടുത്ത ആള് 100. ആള് ഡൗൺ ആയി പോയെന്ന്. അവന്റെ അടുത്തിരിക്കുന്ന പറയാ, പലരും പറയുന്നത് കേൾക്കാന് പോകരുത്. ഈ ഏലിയാവിനെ എടുക്കാൻ പോവുക എന്നുള്ള കാര്യം എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയോ? കിട്ടി. എരിഹോവിലുള്ളവർക്ക് കിട്ടി, ബേഥേലിലുള്ളവർക്ക് കിട്ടി, യോർദാനിലുള്ളവർക്ക് കിട്ടി. പക്ഷെ ഒരുത്തന് മാത്രം ഒരു നെക്സ്റ്റ് വെളിപ്പാടോട് കിട്ടി. എനിക്ക് നിന്റെ മേലെ ഒരു പൊതുപ്പോടെ വീഴാൻ പോവാ. ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഏലിയാവ് പറയും ഞാൻ ബേഥേലിലോട്ട് പോവാ എന്ന് പറഞ്ഞ ഉടനെ ഏലീശ പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ പോരുക. ഈ ബേഥേലിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ബേഥേലിലുള്ള കുറെ പ്രവാചകന്മാർ വന്നിട്ട് ഇവനോട് ചോദിച്ചു, നിന്റെ യജമാനെ നിന്റെ തലയ്ക്ക് എടുക്കാൻ പോവാ, നീ എന്തിനാ വെറുതെ? നിങ്ങൾ നോക്കിക്കോ, ഈ ഇത്രയും പ്രവാചകന്മാർക്ക് ഇത്രയും വെളിപ്പാട് കിട്ടി. അന്ന് വാട്സപ്പ് ഉണ്ടോ? ഇല്ല. എന്തുവാ വെളിപ്പാട് അല്ലേ? വെളിപ്പാട് കിട്ടിയതാണോ? പ്രവാചകന്മാരെ അവരല്ല. വെളിപ്പാടില്ലെങ്കിൽ എന്തോ വെളുക്കുമ്പോഴേ കിട്ടത്തില്ലയോ? ഇല്ലേ? സത്യം നമുക്ക് പ്രാർത്ഥിക്കാൻ അന്തരീക്ഷം ഉണ്ടാകണോ? രാവിലെ ഫോൺ ഓൺ ചെയ്യരുത്, പ്രാർത്ഥിക്കാൻ കഴിയും. എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം, രാവിലെ എന്ത് ചെയ്യരുത്, ഫോൺ ആക്കരുത്. പ്രാർത്ഥിക്കാൻ കയറി ഇരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി, പ്രാർത്ഥിച്ച് ഒരു വചനം വായിച്ചിട്ടേ ഫോൺ എന്ത് ചെയ്യാവൂ. നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് ചെയ്ത് നോക്ക്, ഫോൺ ഓൺ ചെയ്ത് അതിന്റെ പോലെ പൊക്കോളൂ നമ്മൾ. ശരിയല്ലേ? ഇത് പറഞ്ഞു ശരിയല്ലേ? അതിന്റെ പുറകെ നമ്മൾ പോകും. ആമേൻ. പലരും പറഞ്ഞ് എന്ത് ചെയ്യരുത്, കേൾക്കാൻ പോകരുത്. അപ്പൊ ഈ ബേഥേലിലുള്ള പ്രവാചകന്മാർക്ക് വെളിപ്പാട് കിട്ടി. അവർ നേരെ ആരെടുത്താ വന്നേ? എലീശയുടെ അടുത്ത്. വേറെ ആരെടുത്തിലും പോവോ? ആരെടുത്തും പോകത്തില്ല. കാരണം ഈ പ്രവാചകന്മാരെ പോലെ അല്ല ഏലീശ.
അവനൊരു വിഷനുണ്ട്. വിഷൻ ഉള്ളവന്റെ അടുത്ത് ബേഥേലിലെ പ്രവാചകന്മാർ വരും. കാരണം നിന്റെ വിഷനെ തെറ്റിക്കണം. അങ്ങനല്ലേ? വേറെ ആരുടെ പോവോ? ഇല്ല, നിന്റെ അടുത്തേ വരത്തുള്ളൂ. കാരണം നീ ഒരു പ്രത്യേക വിഷൻ ഉള്ള ആളാ. ഇവന്റെ വിഷൻ എന്താണെന്ന് അറിയാമോ? ഞാൻ പറയാം. ഇവന്റെ വിഷൻ എന്താണെന്ന് ചോദിച്ചാല്, അവന് മനസ്സിലായി ഏലിയാവിനെ എടുക്കാൻ പോവാണ്. ഇനി എല്ലാ പ്രവാചകന്മാരെ പോലെ ഇവനാകാം. ആയാലുള്ള പ്രത്യേകത, ഏലിയാവും ആഹാവും തമ്മിലുള്ള അടിയും ബഹളവും യുദ്ധങ്ങളും വെല്ലുവിളികളും എല്ലാം ഇവര് കണ്ടിട്ടുള്ളതാണ്. ആമേൻ പറ. അപ്പൊ ഏലിയാവ് പോയി കഴിഞ്ഞാൽ അറ്റാക്ക് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അഭിഷേകം കൊണ്ട് ഇരുന്നാൽ പറ്റത്തില്ല. ചിലതിനെ നേരിടണമെങ്കിൽ ഇതുകൊണ്ട് ഇരുന്നാൽ പറ്റത്തില്ല. ഒരു പുതിയ അഭിഷേകവും പുതിയ പുതപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതാ തീരുമാനം. ശ്രദ്ധിച്ചാ മതി. ഈ 50 പ്രവാചകന്മാര് ദൂരത്ത് നിന്ന്, എങ്ങനെ ദൂരത്ത് നിന്നു. കുറച്ചു പേര് ദൂരത്ത് നിന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് അടുത്ത് നിന്നു. പറയാം, 50 പ്രവാചകന്മാർ ദൂരത്ത് നിന്നപ്പോൾ ഒരുത്തൻ മാത്രം ഏലിയാവിനോട് അടുത്ത് നിന്നു. ആമേൻ പറ. എപ്പോഴും ഇങ്ങനെ വേണം. അഭിഷേകത്തിന്റെ അനർത്ഥ സമയങ്ങളിൽ കൂടെ നിൽക്കുന്നവരുണ്ട്. ആമേൻ പറ. അടുത്ത് നിൽക്കുന്നവൻ. നിന്റെ മേലൊരു പകർച്ച ഉണ്ടാവും. നിന്റെ മേലൊരു അടുത്തൊരു ലെവൽ. ഒരു സ്റ്റെപ്പ് കൂടെ അടുത്ത്, ഒരു സ്റ്റെപ്പ് കൂടെ അടുത്ത്. അവനറിയാം ഏലിയാവിനെ എടുക്കപ്പെടാൻ. അവനറിയാം ഏലിയാവിനെ എടുക്കാൻ പോ. അവനറിയാം അല്ലേ? ഒരു കൂട്ടർ ദൂരം മാറിയപ്പോഴത്തേക്കും ഒരു സ്റ്റെപ്പ് കൂടെ അടുത്തു. ഞാൻ നിന്നെ വിടത്തില്ല. എരിഹോവിൽ ചെന്നു. എരിഹോവിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രവാചകന്മാർ വന്ന് ഇത് തന്നെ ചോദിക്കുകയാണ്, നിന്റെ തലയ്ക്ക് നിന്ന് നിന്റെ പ്രവാചകനെ എടുക്കും. ഇനി ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കതറിയാം, നിങ്ങൾ പറഞ്ഞേ, എനിക്കതറിയാം, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. കാരണം കൂടുതൽ സംസാരിച്ച ഞാനിവിടെ പുറകോട്ട് പോകും. അങ്ങനെ എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലയോ? ചിലരിടത്ത് പോയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചൂടുന്ന എനർജിയാണ് കേട്ടോ, ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടാ ചെന്നത്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലയിടത്ത് ചെന്നപ്പോഴത്തേന് ഉള്ളതൂടെ അല്ലേ. എന്റെ ഒരു സ്നേഹിതന് ഒരു കാർ എടുത്തു, 800 എടുത്തത്. അപ്പൊ അവന് ദൈവം കൊടുത്തു, സ്വതന്ത്രത്തോടെ പാടി. അവൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടപ്പോ അയാൾ പറഞ്ഞു, ഇവിടെ ഇതിനൊക്കെ ടാക്സ് ആകും എന്ന് പറഞ്ഞ് അവനെ അങ്ങ് എന്ത് ചെയ്തു, നിരുത്സാഹപ്പെടുത്തി. അപ്പൊ ആ ആൾക്ക് വലിയ വണ്ടി അവിടെ ഏതാ, ആ വലിയ വണ്ടിയുള്ള ആള് ഈ ചെറിയ വണ്ടി എടുത്തപ്പോ സന്തോഷിക്കണ്ടേ? ഇപ്പൊ നേരെ എന്റെ വീട്ടിലോട്ടാവാ. ഞാനത് കണ്ടോട്ടെ പറഞ്ഞാൽ, ഇത് നീ ഒത്തിരി നാൾ ഉപയോഗിക്കുന്നില്ല, കർത്താവ് ഇതിലും വലിയ വണ്ടി നിനക്ക് തരും. അന്നേരം അവൻ എന്നോട് പറയുക, ഞാൻ എനിക്കിപ്പോഴാണ് ഈ സമാധാനമായി. വന്ന വഴിക്ക് ഞാൻ ഒരാളെ കണ്ടു, ഞാനിതങ്ങനെ വിറ്റാന്ന് ചിന്തിച്ചാണ് അവിടെ വെച്ചത്. സ്തോത്രം. ദൈവം തരുന്നതിന് നമ്മൾ സ്തോത്രം പറയാൻ തയ്യാറായാൽ ദൈവം അടുത്തത് തരും. ദൈവം തരുന്നതിന് സ്തോത്രം പറയുകയും സെക്കൻഡ് ആണെങ്കിലും അതിനുവേണ്ടി അതിനെ തുടച്ച് വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവം പുതിയത് തരും. ആമേൻ. നമുക്ക് പുതിയ ചിന്ത വരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ഇരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കത്തില്ല. അതായ പ്രശ്നം. തുടക്കത്തുമില്ല, നിലത്ത് വീണാൽ പോലും നമ്മളിങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ ഏതായി ഐഫോണിന്റെ അടുത്ത് നമ്മുടെ മനസ്സിൽ കയറി. ഇതിന് നമ്മൾ അങ്ങനെ തൂക്കം കൊടുത്തില്ലെങ്കിൽ മറ്റത് പെട്ടെന്ന് വരത്തില്ല. ദൈവം തന്നതിനെ നമ്മൾ സൂക്ഷിക്കുകയും തുടക്കുകയും ചെയ്യുമ്പോഴാണ് സ്പീഡിൽ എന്ത് ചെയ്യുന്നത്. അപ്പം എലീശ പറഞ്ഞു, എനിക്കത് അറിയാം, പക്ഷെ നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കാൻ. അതുകൊണ്ട് ഈ എരിഹോ മതിലിന്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേന് യോശുവ എല്ലാവരും പറഞ്ഞു, ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? വായിച്ചിട്ടുണ്ടോ അത്? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടരുത്. പുരോഹിതന്മാർ കാഹള ഊതി ഞാൻ പറയുന്ന സമയത്ത് ആർക്ക് ഇട്ടോണം? കാരണം നിന്റെ ശബ്ദത്തിനകത്ത് ശക്തിയുണ്ട്. അപ്പൊ നീ വെറുതെ സംസാരിക്കരുത്. നിന്റെ ശബ്ദത്തിനകത്ത് ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ ചുമ്മാ സംസാരിക്കരുത്. നെഗറ്റീവ് പറയരുത്.
നാവിന്റെ മേൽ അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നീ പ്രവാചകനാ, നീ ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. നീ പറഞ്ഞാൽ ചിലത് നടക്കും. ഓ, എന്റെ വാക്കിൽ ശക്തിയുണ്ടെന്ന്. അതുകൊണ്ടാ പറഞ്ഞേ, നീ എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ്, ദൈവം ചെയ്യുന്ന അങ്ങനെയാണ്. ദൈവം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യം നടക്കുന്നത്. കാരണം ഒരു മതിൽ വീഴ്ത്താൻ പോകുന്നത് നിന്റെ ശബ്ദം കൊണ്ടാണ്. മതിൽ വീഴ്ത്താൻ പോകുന്നത് നിന്റെ ശബ്ദം കൊണ്ട്. അപ്പം ഇത് കേൾക്കുന്നവർക്ക് യോശുവയ്ക്ക് വട്ടുണ്ടെന്നേ പറയത്തുള്ളൂ, അല്ലേ? അങ്ങനല്ലേ പറയത്തുള്ളൂ, വട്ടുണ്ടെന്നേ പറയത്തുള്ളൂ. കാരണം നിന്റെ ശബ്ദം കൊണ്ട് മതിൽ വീഴ്ത്താൻ പോവാ. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്, തുറന്ന നെഗറ്റീവ് പറയത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, പറയരുത്. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആർപ്പിട്ടോണം. കാരണം നിന്റെ വാക്കിനകത്തും നിന്റെ ശബ്ദത്തിനകത്തും ശക്തിയുണ്ട്. നിന്റെ നാവിനകത്ത് ശക്തിയുണ്ട്. നീ പറഞ്ഞാൽ, നീ നോക്കിയാൽ ചിലത് നടക്കും. ആമേൻ. അങ്ങനെ യെരിഹോവിൽ ചെന്നു. അവിടെ ചെന്ന് ഇത് നോക്കണേ, ഇത് വാഗ്ദത്തമുള്ളവന്റെ നേരെ വരത്തുള്ളൂ, വേറെ ആരെയും പുറകെ പോകത്തില്ല. അങ്ങനല്ലേ? അങ്ങനല്ലേ? വാഗ്ദത്തമുള്ള പത്രോസിന് മാത്രമേ കീട്ടിട്ട് വല വീശിയിട്ട് മീൻ കിട്ടാൻ വരത്തുള്ളൂ. സ്ഥലപ്രവൃത്തി ദാനധർമ്മം ചെയ്യുന്ന തബിത മാത്രമേ മരിക്കത്തുള്ളൂ, അല്ലേ? യോസഫ് മാത്രമേ പൊട്ടക്കിണറ്റി വീഴത്തുള്ളൂ. മോശ മാത്രമേ മരുഭൂമി കിടന്ന് അലയത്തുള്ളൂ. എന്താ പ്രത്യേകത? നിന്റെ മേലെ ആർക്കുമില്ലാത്ത വാഗ്ദത്തം കിടക്കുക. അതുകൊണ്ടാണ് ആർക്കുമില്ലാത്ത അലച്ചിലുകളും പ്രശ്നങ്ങളും. ആ അലച്ചിലുകൊണ്ട് നീ തീരത്തില്ല. നീ അവിടെ കൊണ്ട് തുടങ്ങും, നെക്സ്റ്റ് ലെവലിലേക്ക് കയറും. അലച്ചിലുകൊണ്ട് തീരത്തില്ല, നീ നെക്സ്റ്റ് ലെവലിലേക്ക് കയറും. Thank you, Jesus. Thank you, Jesus. Amen. Amen. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എലീശ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിലാ ഏലിയാവിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏലിയ പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, നീ വരണ്ട. ഇനി ഇവനോട് ഏലീശയുടെ ദൈവം പോലും സംസാരിക്കുന്നില്ല, ഇവന്റെ കൂട്ടുകാർ പോലും ഇവന്റെ കൂടില്ല. ഏലിയാവും പറയാ വരണ്ട. ഈ ചില സമയത്ത് ദൈവം പോലും ഇങ്ങനെ നിർത്തും. നീ ഒറ്റയാനെ പോലെ നിൽക്കും. നിന്റെ കൂട്ടുകാരും കാണത്തില്ല, അവരെല്ലാം നീ പോകുന്ന വെറുതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ഏലീശയില്ല. ഏലീശ പറയും വരണ്ടെന്ന് പറയും. ദൈവം ചില സമയത്ത് സംസാരിക്കാത്ത പോലെ തോന്നും. അങ്ങനെ തരുവുണ്ട് കേട്ടോ, ദൈവം സംസാരിക്കാത്ത പോലെ. അതുകൊണ്ടാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്, ഹന്നെ ഞാൻ ഓർത്തു. ആമേൻ പറ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവം ചില സമയത്ത് ഓർത്താൽ പിന്നീടുള്ള ടേണിംഗ് പോയിന്റ് ആണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ തട്ടി യെരിഹോവിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രവാചകനും എലീശയുടെ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഒറ്റ വാക്കേ ഉള്ളൂ, കൂടുതൽ സംസാരം വേണ്ട. എന്താ? നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. കാരണം എന്റെ അകത്ത് ഒരു വിഷൻ കിടക്കും. അവൻ പറഞ്ഞു. ഏലിയാവ് ചോദിച്ചു, നീ ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നല്ലോ, നിനക്ക് എന്താ വേണ്ടേ? ഒറ്റ പറച്ചില്, എനിക്ക് നിന്റെ ഇരട്ടി പങ്കരിക്കും. അവൻ അപ്പൊ ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചോദിക്കുന്നത് പ്രയാസമുള്ള കാര്യം. എന്താ ചോദിക്കുന്നത്? സത്യം. എപ്പോഴും നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എങ്ങനെയുള്ള കാര്യം ചോദിക്കണം? എന്തേ ചോദിക്കാവൂ? പ്രയാസമുള്ളതേ ചോദിക്കാവൂ. പറ, പ്രയാസമുള്ളത് ചോദിക്കും. എലീശ എന്തോ ചോദിച്ചേ? ഏലിയ പറഞ്ഞു, നീ ചോദിക്കുന്നത് പ്രയാസമുള്ളതാ, പക്ഷെ എന്നെ എടുക്കപ്പെടുമ്പോൾ നീ അത് കാണുകയാണെങ്കിൽ നിന്റെ മേലെ അത് സംഭവിക്കും. നീ അത് കാണുകയാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നീ അത് കാണുകയാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം. നീ ഇത് കാണാതിരിക്കാനാണ് ബേഥേലിലെയും യെരിഹോവിലെയും പ്രവാചകന്മാർ നിന്റെ അടുത്ത് മാത്രം വന്നേ. നിന്നെ തെറ്റിക്കാൻ, നിന്റെ വിഷൻ മാറ്റിക്കളയാൻ. കാരണം നീ ചിലത് കാണാൻ പോവാന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ചിലത് കാണാൻ പോകുന്നത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മനുഷ്യരെ പിശാച് കയ്യിൽ എടുത്തിട്ട് നിന്റെ വിഷൻ തെറ്റിക്കാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ടുവന്നേ. ഇത് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നീ ചിലത് പ്രാപിച്ച് തിരിച്ച് മടങ്ങി വരാൻ പോവുകയാണ്. നിന്റെ മേലെ ഒരു അസാധാരണ അഭിഷേകമുണ്ടെന്ന് ദേശം കാണത്തക്ക രീതിയിൽ, വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് ശക്തിയോടെ, നിന്റെ മേലെ ഒരു അസാധാരണ അഭിഷേകമുണ്ടെന്ന് നിന്റെ കുടുംബക്കാരും ദേശക്കാരും കാണത്തക്ക രീതിയിൽ
കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി ശക്തിയോടെ റീപീക്കോ സന്തരല ബബബല. ആമേൻ ആമേൻ. അനന്യാസ് പറയാ പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു, പലരും പറഞ്ഞു. അപ്പൊ ഇവര് മൊത്തത്തിൽ ഈ വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആൾക്കാരങ്ങ് ഡൗൺ ആയിപ്പോയി. എന്റെ കർത്താവ് അങ്ങനെ ഒതുക്കാൻ സമ്മതിക്കുന്നില്ല. നെക്സ്റ്റ് ലെവൽ കർത്താവ് അനന്യാസിനെ എഴുന്നേൽപ്പിക്കുക. അതാ 22:13 വായിച്ചാൽ, അപ്പോസ്തലർ വായിച്ചാൽ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ആ അനന്യാസ് പോയി പറയുന്ന പവർ ഭയങ്കര പവറാണ്. ശൗലിന്റെ അടുത്ത് പറയുന്ന വാക്കുകൾ. അവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കർത്താവ് തന്നെ ഈ അനന്യാസിനോട് 9-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ ചെല്ല്, ഞാൻ അവനെ എടുത്തിരിക്കുന്ന പാത്രമാ, അവൻ ഇനി അങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് നിനക്ക് അറിയാമോ, നീ ചെല്ല്. കർത്താവ് അങ്ങനെ തള്ളി വിടുന്നത്. 22:13 വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി. അനന്യാസിന്റെ പവർ കണ്ടോ? കാരണം ദൈവം എഴുന്നേപ്പിച്ച് വിട്ടേക്കുവാ. അപ്പൊ അത് അനുഭവിച്ച് പൗലോസ് പറയുക. വായിച്ചോ. ശൗലേ കാഴ്ച പ്രാപിക്കുക. കണ്ടു. അടുത്തത് നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് ഇത് ഡൗൺ ആയിരുന്ന ആളെ പറയുന്നേ. പറഞ്ഞേക്ക് പലരും പറഞ്ഞ് കേട്ട് ഡൗൺ ആയിരുന്നവനെ കർത്താവ് പൊക്കിയിട്ട് വന്നിട്ട് ഇദ്ദേഹം പറയുക ശൗലിനോട്, അവൻ സ്തോത്രം നിന്നെ കൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്. അവൻ സ്തോത്രം ഒരുത്തം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഡൗൺ ആയ അനന്യാസിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പട്ടണത്തിൽ ഡൗൺ ആയ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിച്ച് അടുത്തൊരു നെക്സ്റ്റ് ലെവൽ ശുശ്രൂഷയ്ക്കായിട്ട് ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. 9-ാം അധ്യായത്തിലെ സ്തോത്രം ശൗലിന്റെ ശക്തിമേറിയ ശുശ്രൂഷ വെളിപ്പെട്ടപ്പം ഒരു കൂട്ടർ പറഞ്ഞു, ഇവന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ വിമർശനങ്ങൾ വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുക, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. പലരെയും മിണ്ടാതാക്കി. അങ്ങനെ മിണ്ടാതാക്കി. എന്നുവെച്ചാൽ യേശു അല്ലെന്ന്, യേശു ദൈവമല്ലെന്ന് തെളിയിച്ചവൻ എളുപ്പമല്ലേ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ? പറ, ശരിയാണോ? അവൻ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ നിന്റെ ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് നിന്നേക്കാൾ ശക്തരായിട്ട് എഴുന്നേറ്റ് നിന്ന് യേശു ആരാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേൽക്കാം. ജീസസ്. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, ഞാൻ അനുഭവിക്കുന്ന ദൈവശക്തിയും അനുഭവിക്കാത്ത ചിലത് എന്റെ കുടുംബത്തിനകത്തുണ്ട്, എന്റെ ഭവനത്തിനകത്തുണ്ട്, ദേശത്തിനകത്തുണ്ട്. അവരെന്നേക്കാൾ ശക്തരായി ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ കാണാൻ പോവുകയാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം കരങ്ങളെ ഉയർത്തി പിടിച്ച് അവൻ കരങ്ങളെ അടിച്ച് അല്പനേരം അന്യഭാഷകളിൽ ശക്തിയോടെ സ്വീകരിച്ചോ. ഇന്ന് പകരം അത് സംഭവിക്കുന്നു. പലരും പറഞ്ഞു കേട്ടത് തകരാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. പലരുടെ വാക്കിനകത്ത് വീണു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളെ നന്നായി അടിച്ച് ശക്തിയോടെ
ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത കർത്താവ് തന്നെ ഇറങ്ങി ചെലുത്തി സംസാരിക്കും. ഇന്ന് പകലിൽ ചില പരിശുദ്ധാത്മാവ് എന്നെ പറയാൻ പറയുന്നു, നീ നിന്റെ ഭവനത്തിനകത്ത് മുട്ടുമടക്കും, പിന്നെ സ്വർഗം അടങ്ങിയിരിക്കുന്നില്ല. സ്വർഗം ചില ദൂതന്മാരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങിയതുപോലെ ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ സമയമായി. ദൂതന്മാർ ചില ഇടങ്ങളിലെ എന്റെ ജീവിതം മാറും, ഇനി എന്തും ഇങ്ങനെ ഇരിക്കില്ല. വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു, വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു, വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു, വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു, വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു. വചനത്തിന്റെ വെളിപ്പാടുകളും വചനത്തിന്റെ യാനങ്ങളും കർത്താവ് ഇടപെടാൻ പോകുന്നു. കർത്താവ് സംസാരിക്കുന്നു. ജീസസ്, നീ പറയുന്നതിനെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം, നീ പറഞ്ഞതിനെ ശ്രദ്ധ വെച്ച് മുദ്ര വച്ചിരിക്കുന്ന ദൈവം, ഇന്ന് പകരം ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ അത് കണ്ടു തുടങ്ങട്ടെ. പ്രാപിച്ചോ ഒരു പുതിയ ബലത്തോടെ, പുതിയ ബലത്തോടെ. പലരും പറഞ്ഞു കേട്ട് നീ തളരരുത്, തളരരുത്, തളരരുത്. അനന്യാസേ, നിന്റെ മേൽ വലിയൊരു വിളിയുണ്ട്, വലിയ കോളിങ്ങുണ്ട്, വലിയ വിളിയുണ്ട്, വലിയ കോളിങ്ങുണ്ട്. പരിശുദ്ധ പിതാവേ, ഇവിടെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി, അതിന്റെ വലിയ കൃപകൾക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ദൈവം ഒരുമിച്ച് സംസാരിച്ചു, വളർന്ന് ഇരുന്നവനെ എഴുന്നേൽപ്പിച്ചു, അവന്റെ വാക്കിൽ പവർ വ്യാപരിച്ചു. നീ തളർന്നു പോകാൻ എന്റെ ദൈവം സമ്മതിക്കുന്നു. വിളിച്ച വിളിക്കൊത്തവണ്ണം നിന്നെ എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷയിൽ കൊണ്ടുവരുന്നു ദൈവത്തിന്റെ പദ്ധതി. കർത്താവേ, ഇവർ ദുരിതയിലുമ്പോൾ സന്തോഷത്തിന്റെ വാർത്തകൾ ഉണ്ടാകട്ടെ, ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം തന്റെ ദൂതനെ അയച്ച് ചിലതിന് മേലെല്ലാം പരിഹാരം നഷ്ടപ്പെട്ട പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടാകട്ടെ. പിന്മാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാരപത്രം കൊണ്ട് പോയ ശൗല് പ്രാർത്ഥിച്ച് വെളിപ്പാട് കണ്ടെങ്കിൽ ദൈവസാന്നിധ്യത്തിൽ അത് നിറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം കൊണ്ട് നടക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അഭിഷക്തനായ കുടുംബത്തെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ പാടിയ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ബലപ്പെടുത്തിയിലും അടിയിലെയും ബലപ്പെടുത്തിയിലും നമ്മളോട് കൂടിയതിനാണ് സ്തോത്രം. ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലത്തെ തന്നാണ്ട് എന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. കരങ്ങളെ തട്ടി ശക്തിയോടെ കർത്താവിന് മകനെ കൊടുക്കാം. കരങ്ങളെ അടിച്ച്